പൊന്നാനി നഗരസഭ സംഭരിച്ച മാലിന്യങ്ങൾ കനോലി കനാൽ തീരത്ത്. മാലിന്യ കൂമ്പാരത്തിൽ നിന്നും എടുത്ത മാലിന്യ ചാക്കുകളുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. കനോലി കനാലിനെ മാലിന്യമുക്തമാക്കാനും കനോലി കനാൽ സൌന്ദര്യവൽക്കരിക്കാനും നഗരസഭ ഭഗീരഥ പ്രയത്നം നടത്തുന്നതിനിടയിലാണ് വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കനോലി കനാൽ തീരത്ത് സംഭരിച്ചത്. ഇത് കനോലി കനാലിൽ തള്ളുന്നതിനു വേണ്ടിയാണെന്ന് ആരോപിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തുവന്നത്. പൊന്നാനി നഗരസഭാ കാര്യാലയത്തിനു പിറകുവശത്ത് സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ രാവിലെ മുതൽ 15 ലോഡായാണ് ലോറിയിൽ കൊണ്ടുപോയത്. സംസ്കരണ യൂണിറ്റിലേക്കാണെന്നാണ് അധികൃതർ അറിയിച്ചത്. എന്നാൽ സംഭവത്തിൽ പന്തികേട് തോന്നിയ യൂത്ത് ലീഗ് പ്രവർത്തകർ ലോറിയെ പിന്തുടർന്നപ്പോഴാണ് മാലിന്യം പള്ളപ്പുറം ഭാഗത്തെ കനോലി കനാൽ തീരത്ത് തള്ളുന്നത് കണ്ടത്. തുടർന്ന് പ്രവർത്തകർ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും മാലിന്യ ചാക്കുകളെടുത്ത് പ്രകടനവുമായി നഗരസഭാ കാര്യാലയത്തിലെത്തി നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി. ആ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടും ഓരോ വാർഡിലേക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടും ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. ആ മാലിന്യം മൊത്തം ഇവിടെ ശേഖരിച്ച് ഇത് എറണാകുളത്തേക്കുള്ള ഒരു പ്ലാസ്റ്റിക് യൂണിറ്റിലേക്ക് മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണെന്ന് പറഞ്ഞ് ഇന്ന് കാലത്ത് മുതൽ 10-15 ലോഡ് ലോറിയിലാക്കി മാലിന്യങ്ങൾ കനോലി കനാലിൽ തള്ളുക എന്ന ഉദ്ദേശത്തോടു കൂടി വലിയൊരു മാലിന്യ കൂമ്പാരം തന്നെ നമ്മുടെ കനോലി കനാലിന്റെ തൊട്ടുമുന്നിലായി ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. ഇത് രാത്രിയുടെ മറവിൽ തോട്ടിലേക്ക് ആ കനാലിലേക്ക് തള്ളിവിടാനുള്ള പദ്ധതിയായിരുന്നു. നമ്മുടെ ഈ പള്ളപ്പുറം കനാലിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ വ്യക്തമായി കാണാൻ കഴിയും. അതിൽ നിന്ന് ഏതാനും ചാക്കുകൾ മാലിന്യമെടുത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരം നടത്താനാണ് യൂത്ത് ലീഗ് തയ്യാറായിട്ടുള്ളത്. പിന്നീട് നഗരസഭാ സെക്രട്ടറിയെ പ്രവർത്തകർ ഉപരോധിച്ചു. എന്നാൽ മാലിന്യങ്ങൾ സ്വകാര്യ വ്യക്തിക്ക് നൽകിയതാണെന്നും 2 ദിവസത്തിനകം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും സെക്രട്ടറി ഉറപ്പു നൽകി. പ്രതിഷേധത്തിന് CP ഷിഹാബ്, നാലകത്ത് മൻസൂർ, ഷബീർ BM, അഷ്റഫ് പൊന്നാനി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊന്നാനി.